ഇല്ല, ഒരിക്കലും ശരിയല്ല. ഖുർആനെതിരല്ല, കാഫിറാവും അങ്ങനെ പറഞ്ഞ. ഏത് അതെ, അത് ഉണ്ടാക്കിയാണ് ഹദീസ് പറഞ്ഞാൽ ശരിയല്ല ഞാൻ പറഞ്ഞത്. അതിന് പല 6 മാസം ചില്ലറയല്ല, 6 മാസം നബിക്ക് ബുദ്ധിക്ക് കുഴപ്പമുണ്ടായിന്ന കുറച്ച് ദിവസമൊന്നുമല്ല. പിന്നെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വക്കാലം വാലിമൂനയും തത്തബിയൂനയില്ല റജുല മസൂറ. അക്രമികളെ പറയാൻ നബിക്ക് സീർ വലിച്ച്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തീ തൊട്ടാ പൊള്ളൂലേ? അത് ഖുർആനെ ഹദീസും എടുത്ത് തർക്കിക്കേണ്ട ആവശ്യമല്ല, തൊട്ട് നോക്കിയാൽ മതി. വിഷം കഴിച്ചാൽ അപകടം ഉണ്ടാവുക, ഖുർആനും സുന്നത്തെടുത്ത് ഇതാക്കണ്ട, അത് ഉപയോഗിച്ചാൽ മതി. അതേമാതിരി സീറ് പഴിച്ചൂല എന്നുള്ളത് ഖുർആൻ ഹദീസ് എടുത്ത് ചർച്ച ചെയ്യുന്ന വിഡ്ഢികളാന്നാ പറയാ. വിഡ്ഢികള് ഏതുപോലെ തീ തൊട്ടാ പൊള്ളൂല, ഖുർആനും ഹദീസ് എടുത്ത് തർക്കിക്കുക, തൊട്ടോക്കിയാ പോലെ. അതേമാതിരി സീറ് പഴിച്ചെങ്കിൽ ഇവര് ചെയ്യേണ്ടവർ കാണിച്ചെന്നാ മതി. ഇവൻ തന്നെ ഈ പാറാലില് ഈ പ്രസ്ഥാനം പിളർന്ന മുമ്പ് ഈ പറയുന്ന പണ്ഡിതനെ പാറാല് വെച്ച് പ്രസംഗിച്ച പ്രസംഗം കേട്ടോക്ക്. അതിന് മുഹമ്മദ് നബിക്ക് സിഹിർ വെച്ചു എന്ന് പറഞ്ഞാൽ ഈമാന് വരെ തെറ്റുവെച്ചു എന്ന് പറയുന്നത്. പിന്നെ പിളർന്നപ്പാട് തൗഹീദ് മനസ്സിലാകുക. ഇങ്ങനെ മൂപ്പര് വെല്ലും വിളിച്ചിട്ടുണ്ട്, സിഹിർ വലിച്ചെങ്കിൽ ഞാനിപ്പോ ക്യാമ്പക്ക് വരാൻ പറ്റുമോ, ഞങ്ങൾ സിഹിർ ചെയ്താലേ ഞാന് അവരെ എല്ലാം ഒരു വലിയ സിഹിറിൽ ആളെ കാണിച്ചെന്നാ മതി, ഞാൻ വെല്ലു വിളിച്ച ഇന്നൊരു സിഹിർ എനിക്ക് വലിച്ചേ. ഈ തൽസമാത്തിന്റെയും സിഹിറിന്റെ ഒക്കെ ഗ്രന്ഥം മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കറിയാം ട്രിക്കൊക്കെ. അതിന്റെ ഒരു കോഴിമുട്ട എടുക്കും, ഇങ്ങനെ അയിമ കുറെ അഭിജോതൊക്കെ എഴുതിണ്ടാക്കും. ഈ കോഴിമുട്ടയിൽ എഴുതുന്നതും മൂര്യാരം മുട്ടത്തലിയിൽ എഴുതുന്നതും തുല്യ. കോഴിമുട്ടക്കാണ് പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഇവിടെ പാല് യക്ഷിമാരാണല്ലോ, പാലിന്റെ ഇതുണ്ടാക്കും. പാലമാരെടുക്കും, എന്നിട്ട് പോക്കൻ തവളനെ പിടിച്ച വലിയ തവളനെ, എന്നിട്ട് കാരമുള്ളോണ്ട് കുത്തി ഇതാക്കുക. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ. വൈറ്റജിനും ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാവുമല്ലോ. അതേമാതിരി ഇന്നത് ചെയ്താൽ ഇന്ന് രക്തം ഛർദിപ്പിക്കാം, കൊല്ലുക എന്നിട്ടൊന്നില്ല. എന്നിട്ട് പിന്നെ അതിന്റെ ചത്തമ്മത്തന്നെ എഴുതിക്കണ്, ഇത് രാജാക്കന്മാർക്ക് പറ്റൂല സീറ്. അതെന്തിനാ എഴുതിയരുണ്ടോ? ഈ സീറ് പഴിച്ചെങ്കിൽ ആളുകൾ എന്തിനാ രാജാക്കന്മാർ യുദ്ധം ചെയ്യണം? എന്തിനാ? ഒരു രാജാവ് വേറെ രാജാവിന് സീറ് ചെയ്താൽ പോരെ? അപ്പം ഉത്തരം മുട്ടിയപ്പോ ആ പുത്തുസൽമനെ എഴുതി വെച്ചിക്കണ്, ഇത് രാജാക്കന്മാർക്ക് പഴിച്ചൂല, യഥാർത്ഥ മുജാഹിദുകൾക്കും പഴിച്ചൂല. അത് സുന്നികൾ തന്നെ പറയുന്നത്. ഇപ്പത്തെ ഈ കുറത്തല്ല കേട്ടോ, യഥാർത്ഥ മുജാഹിദുകൾക്ക് സീർ പഴിച്ചൂല അവര് വരെ പറയലുണ്ടല്ലോ. അപ്പൊ അത് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പഴിച്ചു എന്നർത്ഥം. പിന്നെ നമ്മളെ പാഠപുസ്തകത്തിൽ തന്നെ എഴുതി, സിഹിറിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നത് നിഗൂഢവും അദൃശ്യവുമായ നിലക്ക. ഇപ്പം ബോംബിന് നമ്മൾ പേടിച്ചത് ശിർക്കല്ല, ബോംബ് പൊട്ടുമോ എന്നുള്ളത്. പക്ഷെ ഈ മന്ത്രവാദമൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് പേടിയത് അത് അദൃശ്യവും അബദ്ധവുമായ നിലക്കുള്ള പേടിയാണ്. അതുകൊണ്ട് അത് ശിർക്കാണെന്ന് സിഹിർ വലിച്ചു ഇതാക്കല്. അത് 4ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകത്തിലുള്ളതാ. ഇപ്പോൾ ഇവര് പഠിപ്പിച്ചിട്ടുണ്ട്, നിഗൂഢവും അദൃശ്യവുമായ നിലക്കാണെന്ന്. അസ്സലാമു അലൈക്കും. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ഒരു സലഫി കുടുംബത്തിലാണ് ഞാൻ. എന്നാൽ ഇതുവരെ കേട്ടിരുന്നത് സിഹിർ ഒരാൾക്ക് ചെയ്യുന്നത് ഒരു പാപമാണെന്നും എന്നാൽ ചെയ്താൽ മറ്റൊരാൾക്ക് ഫലിക്കുകയില്ല എന്നുള്ളതുമാണ്. എന്നാൽ 4-5 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സലഫി സ്ഥാനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സിഹിർ ഫലിക്കുമെന്നും അതിലേറെ നമ്മുടെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ശക്തമായ പിശാചിൽ നിന്നും കാവൽ നൽകിയ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ അദ്ദേഹം 6 മാസത്തോളം അതിന്റെ ഹാലിൽ നടന്നിട്ടുണ്ടെന്നുമാണ് ഈ വാദം. നമുക്കറിയാം, ഇതിനടുത്ത് നമുക്ക് ഇതര സമുദായങ്ങളുമായുള്ള സംവാദത്തിൽ പോലും പല ആളുകൾക്കും ഉത്തരം കിട്ടാതെ ഒരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞത് അതിന്റെ ഈ ചോദ്യത്തിന്റെ പ്രസക്തിയാണ്. ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ സിഹിർ ഒരാൾക്ക് നാം ചെയ്താൽ ഫലിക്കുമോ? ഫലിക്കും എന്നാണ് ഉത്തരമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫലിച്ചിരുന്നോ? അദ്ദേഹം 6 മാസത്തോളം ഇതിന്റെ ഹാലിൽ നടന്നിരുന്നോ? വ്യക്തമായ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. സിഹിർ ഫലിക്കോ, ഫലിച്ചാൽ തന്നെ റസൂലുള്ളാഹിക്ക് ഫലിക്കോ എന്നുള്ളതാണ് സുഹൃത്തിന്റെ ചോദ്യം. സുഹൃത്ത് ഒരുപാട് കാലമായിട്ട് സലഫിയാണ്, സലഫി കുടുംബത്തിലാണ് എന്നെല്ലാമാണ് പറഞ്ഞത്. സലഫി കുടുംബങ്ങളിലെല്ലാം വായിക്കപ്പെടുന്ന
പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കപ്പെടുന്ന തലമുറകളായി വായിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീറെങ്കിലും സുഹൃത്ത് വായിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരൊക്കെയോ മറ്റുള്ളവരുമായുള്ള സംവാദത്തിൽ പോലും ആകെ ഈ ഒരു പ്രശ്നം കൊണ്ട് പ്രയാസപ്പെട്ടു എന്നാണ് എൻ്റെ സുഹൃത്തിന്റെ നിഗമനം. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുമായി കേരളത്തിൽ സലഫി ഭൂമികയിൽ സംവാദം നടത്തുന്ന ഒരാളാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചുവോ എന്ന വിഷയം ഞങ്ങളുടെ സംവാദങ്ങളിൽ ഒരു വിഷയമായി പോലും വന്നിട്ടില്ല. പിന്നെ എന്തിലും തങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങൾ മെനഞ്ഞെടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിലും വിഷയങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതിന്റെ അടിത്തറകളായ പ്രമാണങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് വിഷയങ്ങളിലുള്ള വിശ്വാസവും ആ വിശ്വാസപ്രകാരമുള്ള ജീവിതവുമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ അടിത്തറ. നമുക്ക് മലക്കുകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. മലക്കുകൾ നമ്മുടെ അനുഭവത്തിലേ വരുന്നില്ല. പക്ഷേ മലക്കുകളിലുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള വിശ്വാസവും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ അസ്തിത്വം ആ അസ്തിത്വ രൂപത്തിൽ നമ്മുടെ അനുഭവത്തിൽ വരുന്നതല്ല. അള്ളാഹ് അതേപോലെ തന്നെയാണ് ഓരോ ഗൈബിയായ വിഷയങ്ങളും. അദൃശ്യമായ നമ്മുടെ അനുഭവത്തിനപ്പുറത്തുള്ള വിശ്വാസങ്ങളിൽ മലക്കുകളിലുള്ള വിശ്വാസം ഉദാഹരണമെടുത്താൽ ആ വിശ്വാസം എങ്ങനെ മലക്കുകൾ നമ്മൾ വിശ്വസിക്കണം? അതിനൊരു മുസ്ലിമിന്റെ അടുത്തുള്ള ഉത്തരം പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണമെന്നാണ്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പ്രവാചകന്റെ ജീവിതവും പ്രവാചക കർമ്മങ്ങളും എന്താണോ ഈ കാര്യത്തിൽ പറഞ്ഞു തരുന്നത് അതാണ് നമ്മുടെ ഏത് കാര്യത്തിലും ഗൈബിയായ വിഷയങ്ങളിലുള്ള അദൃശ്യ വിഷയങ്ങളിലുള്ള നമ്മുടെ നാം എന്ത് വിശ്വസിക്കണം, എന്ത് ശരിയെന്ന് തീരുമാനിക്കണം, എന്ത് ശരിയല്ല എന്ന് തീരുമാനിക്കണം എന്നുള്ള വിഷയത്തിലുള്ള നമ്മുടെ പ്രമാണമാണ്. ആ പ്രമാണങ്ങൾ അനുധാവനം ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ അത് നമുക്കിഷ്ടമുള്ളതെല്ലാം എടുക്കുകയും ഇഷ്ടമുള്ളതെല്ലാം ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഇസ്ലാം എന്നല്ല പറയുക. പരിശുദ്ധ ഖുർആനിൽ എനിക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് വചനങ്ങൾ. എനിക്കെന്ന് പറയുമ്പോൾ എന്റെ കേവലമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വചനങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ കേവലമായ യുക്തി കൊണ്ട് മാത്രമായി അപഗ്രഥിക്കാൻ സാധ്യമല്ലാത്ത ഒരുപാട് വചനങ്ങൾ. ഈ വചനങ്ങളൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ അടുത്ത പ്രമാണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആനും സുന്നത്തും പടച്ചവന്റെ വഹിയാണ്. പടച്ചവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ബോധനങ്ങളാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. പരിശുദ്ധ ഖുർആൻ പക്ഷേ അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അള്ളാഹിന്റെ വചനങ്ങൾ തന്നെയാണ് ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകൾ അള്ളാഹുവിന്റെ വചനങ്ങളല്ല. അള്ളാഹിന്റെ വചനങ്ങളുള്ള ഹദീസുകളുണ്ട്, അതിന് ഹദീസ് ഖുദ്സി എന്നാ പറയാം. അള്ളാഹിന്റെ വചനങ്ങളല്ല മറ്റു ഹദീസുകൾ. പിന്നെയോ
അള്ളാഹു കൊടുത്ത ബോധനപ്രകാരം ഒന്നുകിൽ റസൂലുള്ള സംസാരിച്ചത്, അല്ലെങ്കിൽ റസൂലുള്ള പ്രവർത്തിച്ചത്, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത്. ഇതാണ് സുന്നത്ത്. ഇത് റസൂലുള്ളയിൽ നിന്നുള്ളതാണോ എന്ന് എങ്ങനെ മനസ്സിലാകും? റസൂലുള്ളയിൽ നിന്നുള്ളതാണോ എന്ന് മനസ്സിലാക്കുവാൻ മുസ്ലിം ലോകം കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് തീരുമാനിച്ച ഒരു പദ്ധതി പ്രകാരമാണ് ഹദീസുകൾ എന്ന ഒരു ഇസ്ലാമിന്റെ പ്രമാണം നിലനിൽക്കുന്നത് തന്നെ. അതിന് ഉസൂലുൽ ഹദീസ് എന്ന് പറയും. ഹദീസുകളെ അപഗ്രഥിക്കുന്ന ശാസ്ത്രം എന്നർത്ഥം. ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഹദീസുകളെ കൃത്യമായി അപഗ്രഥിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യമായത് എന്തൊക്കെയാണ്, സ്വീകാര്യമല്ലാത്തത് ഏതൊക്കെയാണ് എന്ന് വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസുകളിൽ സ്വീകരിക്കപ്പെടുവാൻ അർഹമാണ് എന്ന് വെറുതെ പറയുകയല്ല, മറിച്ച് അതിന് കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം എന്താണ്? റസൂലുള്ളാഹിയിൽ നിന്ന് ഒരു സഹാബി കേൾക്കുന്നു, ആ സഹാബിയിൽ നിന്ന് അടുത്തയാൾ കേൾക്കുന്നു, അടുത്ത തലമുറയിലുള്ളയാൾ, അടുത്ത തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലുള്ളയാൾ കേൾക്കുന്നു, അടുത്ത തലമുറയിൽ അത് രേഖപ്പെടുത്തപ്പെടുന്നു. റസൂലുള്ളാഹിയിൽ നിന്ന് എ കേൾക്കുന്നു, എയിൽ നിന്ന് ബി കേൾക്കുന്നു, ബിയിൽ നിന്ന് സി കേൾക്കുന്നു, സിയിൽ നിന്ന് ഡി കേൾക്കുന്നു, ഡിയിൽ നിന്ന് രേഖപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഇവര് ചെയ്തത്, ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ചെയ്തത്, എയുടെയും ബിയുടെയും സിയുടെയും ജീവചരിത്രം കൃത്യമായി പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി മാത്രം ഒരു സയൻസ് തന്നെ മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഇസാബയെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ആ സയൻസിന്റെ പ്രോഡക്റ്റാണ്. ഉലൂമുർ റിജാൽ എന്ന് പറയുന്ന ഒരു സയൻസ്, അഥവാ പ്രവാചകനിൽ നിന്ന് ഈ നിവേദനം ചെയ്ത ആളുകളുടെ ചരിത്രം പരിശോധിക്കുകയാണ്. ആ ചരിത്രം പരിശോധിച്ചിട്ട് അവരിൽ ആരെങ്കിലും എന്തെങ്കിലും കളവ് പറയുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ഒരു ഹദീസ് സ്വഹീഹായി തീരുന്നത്, സ്വഹീഹായി നിശ്ചയിക്കപ്പെടുന്നത്. ഒരു ഹദീസ് സ്വഹീഹായി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അത് റസൂലുള്ളാഹിയിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് എന്ന്. ഒരു ഹദീസ് സ്വഹീഹായി നിശ്ചയിക്കപ്പെട്ട ഒരു ഹദീസ് അത് നമ്മൾ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആനിലുള്ള വേറെ ഒരൊറ്റ ആയത്തും എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. എന്തുകൊണ്ടാണത്? പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് എന്റെ ബുദ്ധിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. അതിനർത്ഥം പരിശുദ്ധ ഖുർആനിൽ 6200 ചില്ലാനം ആയത്തുകളിൽ വേറെ ഒന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരായത്ത് ഉള്ളതുപോലെ തന്നെയാണ് ബാക്കി ആയത്തുകളും. ഇത് എനിക്ക് ഈ ബുദ്ധിക്ക് എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞ് തള്ളിയാൽ അതിനർത്ഥം ഈ ആയത്ത് പടച്ചവൻ അവതരിപ്പിച്ചതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ്. ഈ ആയത്ത് പടച്ചവൻ അവതരിപ്പിച്ചതല്ലെങ്കിൽ വേറെയുള്ള ആയത്തെല്ലാം പടച്ചവൻ അവതരിപ്പിച്ചതാണെന്നുള്ളതിന് എന്താ തെളിവ്? ഈ ആയത്തിന്റെ അതേ ക്രെഡിബിലിറ്റി തന്നെയാണ് മറ്റായത്തുകൾക്കുള്ളൂ. ഈ ആയത്തിന്റെ നിലനിൽപ്പിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ടോ അത്ര തന്നെ മറ്റായത്തുകളുടെയും നിലനിൽപ്പിന് വിശ്വാസ്യതയുള്ളൂ. ഇതേപോലെ തന്നെയാണ് സ്വഹീഹായ ഒരു ഹദീസ് തള്ളുക എന്ന് പറഞ്ഞാൽ. സ്വഹീഹായ ഒരു ഹദീസ് അത് സ്വഹീഹാണ് എന്ന് പൂർണ്ണ ബോധ്യപ്പെട്ടതിന് ശേഷം അത് തള്ളിക്കളഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വഹീഹായ ഒരൊറ്റ ഹദീസും പിന്നെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന്. എന്തുകൊണ്ട്? സ്വഹീഹായ ഒരു ഹദീസ് നമ്മൾ തള്ളുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ സിഹത്ത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഹദീസ് അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിയിൽ നിന്നുണ്ടായതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. അത് റസൂലുള്ളാഹിയിൽ നിന്നുണ്ടായതല്ലെങ്കിൽ ഇതേ കാര്യത്തിൽ നിലകൊള്ളുന്ന ബാക്കി ഹദീസുകളോ ഇതേ തെളിവുകളെയുള്ളൂ മറ്റേ ഹദീസുകൾക്കും. മറ്റ് ഹദീസുകളും റസൂലുള്ളാഹിയിൽ നിന്നുണ്ടായതാണ് എന്ന് നമുക്ക് പറയാൻ ഇത്തെളിവ് തന്നെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹദീസുകളും തള്ളേണ്ടി വരൂ. ഒരൊറ്റ ഹദീസ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ സ്വഹീഹായ ഒറ്റ ഹദീസ് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. ഈ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ
വളരെ സ്ട്രിക്റ്റായി സിഹത്ത് പരിശോധിച്ചയാളാണ് ഇമാം ഇസ്മായിൽ ബുഖാരി, മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരണത്തിന് അദ്ദേഹം ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ മറ്റ് ഹദീസ് പണ്ഡിതന്മാർ, സഹീഹ് മുസ്ലിമിനെ പോലെയുള്ള മറ്റ് പണ്ഡിതന്മാർ സ്വീകരിച്ച മാനദണ്ഡങ്ങളെക്കാളും കുറെ കൂടി സ്ട്രിക്റ്റ് ആണ്, കുറെ കൂടി വളരെ വളരെ ഇങ്ങോട്ട് ആ അരിപ്പയിലൂടെ അങ്ങോട്ട് ഹദീസ് വരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം മൊത്തത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നാലാമത്തെ തലമുറ മുതൽ ഇന്ന് വരെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ്. നാലാമത്തെ തലമുറ മുതൽ ഇന്ന് വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ കിടിച്ചാൽ ഏറ്റവും അധികം സ്വീകാര്യമായ ഒരു ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. എന്റെ സുഹൃത്ത് പറഞ്ഞ പ്രശ്നം സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂതൻ മാരണം ചെയ്തു എന്നും അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടായി എന്നും ആ സംശയങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യു മുഖേന വിവരം ലഭിച്ചുവെന്നും, അഥവാ രണ്ട് മലക്കുകളുടെ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അത് മുഖേന അറിയിച്ചു കൊടുത്തു. ആ അറിവനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു എന്നുമുള്ള കാര്യം സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ഈ ഹദീസ് തള്ളിക്കളഞ്ഞാൽ സ്വാഭാവികമായും ബുഖാരിയിലെ ബാക്കിയുള്ള ഹദീസുകൾ മുഴുവനും നമ്മൾ തള്ളേണ്ടി വരും. അപ്പോൾ എങ്ങനെ നമസ്കരിക്കണമെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ ഹദീസ് തള്ളുന്ന ആളുകൾക്ക് മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും. എത്ര സക്കാത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഓരോന്നും. കാരണം ബുഖാരിയിൽ ഒറ്റ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ബുഖാരിയിൽ നോക്കൂല. ബുഖാരിയേക്കാൾ അത്ര കുറച്ച് ബുഖാരി ഉപയോഗിച്ച മാനദണ്ഡങ്ങളെക്കാളും താഴെ വരുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സിഹത്ത് പരിശോധിച്ചിട്ടുള്ളത് മുസ്ലിമിനെ പോലെയുള്ള നസായിയെ പോലെയുള്ള മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങൾ. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും സ്വഹീഹാണ് എന്ന് പറഞ്ഞ ഒറ്റ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഹദീസ് സ്വീകരിക്കുക വഴി ലോകത്ത് എന്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഏതോ മുസ്ലിം ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ആകെ തോറ്റുപോയിന്ന റസൂലുള്ളാഹിയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഒരു സഹാബിയാണ്. ആ സ്വഹാബിയിൽ നിന്നൊരു താബിയാണ്. ആ താബിയിൽ നിന്നൊരു താബിയാണ്. ആ താബിയിൽ നിന്ന് അടുത്ത തലമുറയിൽ ഒരാളാണ്. അടുത്ത തലമുറയിൽ ഒരാളിൽ നിന്ന് സഹീഹുൽ ബുഖാരിയാണ്. ബുഖാരിയിൽ നിന്ന് പിന്നെ അത് ഹദീസ് ഉദ്ധരിച്ചു വന്നത് ഈ ലോകത്ത് ഇന്ന് വരെയുള്ള ഏകദേശം 13 നൂറ്റാണ്ടുകളായിട്ടുള്ള ആളുകളാണ്, പണ്ഡിതന്മാരാണ്, മുസ്ലിം ചിന്തകന്മാരാണ്, മുസ്ലിം ബുദ്ധിജീവികൾ. അവർക്കെല്ലാവർക്കും ഇസ്ലാം തകർന്നു പോകും എന്ന് ഇതുകൊണ്ട് ഈ ഒരു ഹദീസ് ഉള്ളത് കൊണ്ട് തോന്നിയിട്ടില്ല. ബുഖാരി ഇമാമിന്റെ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാം പൊളിഞ്ഞുപോയി എന്ന് ആർക്കും